PC ജോർജ് എന്ന പൊളിറ്റീഷ്യൻ ഇപ്പോൾ വലിയ പൊല്ലാപ്പി ഏർപ്പെട്ടിരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാവുകയും മാത്രമല്ല പലരിലും വിദ്വേഷം ഉളവാക്കാൻ കാരണമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതിന് ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു പരാമർശം എന്താണെന്ന് അറിയാവാതിരിക്കുക. മുസ്ലിംസുകൾ തീവ്രവാദികളാണ് എന്നൊരു വേദിയിൽ പരാമർശിച്ചതാണ്. അത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇപ്പൊ റിമാൻഡ് ചെയ്തേക്കുമല്ലേ? സത്യം. അത് ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് നാളായിട്ട് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം എന്ന് പുറത്തേക്ക് കടന്നു അന്ന് തൊട്ട് അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിമുകൾ തീവ്രവാദികളാണെന്നാണ്. പ്രത്യേകിച്ച് അദ്ദേഹം MLA ആയിരുന്ന ഒരു പ്രദേശമുണ്ട്, സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രദേശം സമൂഹം തന്നെ ഒരു മുസ്ലിം ആളുകൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള എല്ലാ തീവ്രവാദികളുടെ വോട്ടേ എനിക്ക് വേണ്ട എന്നുള്ള പരാമർശം വരെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ PC ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പം തോറ്റ് പണ്ടാരാണെങ്കിൽ അവിടെ ഇരിക്കുന്നത്. അതുവരെ അദ്ദേഹം അവിടെ നല്ല വികസിപ്പിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു നേതാവായിട്ട് നിന്നൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മാറി ചിന്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു മതവിശ്വസ്തരെ എന്തിനാണ് ഇങ്ങനെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നതെന്നൊക്കെ കേരളക്കാരെ മുഴുവൻ ആശ്ചര്യപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണോ നമ്മുടെ പോക്ക്? അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ഇത്രയധികം ജനങ്ങളിൽ ഇടപെടുന്ന ആള്, എല്ലാവരും ഒരുപോലെ കാണേണ്ട ആള്, ഒരു മതവിശ്വാസികൾ ഒരു മതസമൂഹത്തെ മുഴുവനും ഇങ്ങനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് കൃത്യമായിട്ടൊരു നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ ആ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. നേരെ മറിച്ച് ഒരു വ്യക്തിയുടേതാണെങ്കിൽ ഞാൻ ഏത് പാർട്ടിയാണെങ്കിലും ന്യായത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നോക്കാം. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയും നമുക്ക് അല്ലെങ്കിൽ ഒരു മതസ്ഥർക്കെതിരെയും നമുക്ക് അവർ തീവ്രവാദികളാണെന്നോ അങ്ങനെയൊന്നും പരാമർശിക്കാൻ ആർക്കും അവകാശമില്ല. ഇപ്പം മുസ്ലിംസ് തീവ്രവാദികളാണ്, മുസ്ലിംസ് എല്ലാവരും തീവ്രവാദികളാണെന്ന് അപ്പം മുസ്ലിം സമുദായത്തെ മൊത്തത്തിലാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം അദ്ദേഹം ആ പാർട്ടി മാറിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുള്ളിക്ക് എന്തോ ഒരു ഇത് കിട്ടിയിട്ട് പറഞ്ഞതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു നിലപാടിന്റെ പേരിൽ പുള്ളി ഒരു അഭിപ്രായം എടുത്തിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ, ചരിത്രമൊന്നുമല്ല നമ്മുടെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം രാഷ്ട്രീയപരമായി ചിന്തിക്കുന്ന പലരും ഒരു ഗ്രൂപ്പായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് മതവും കൂടെ ആഡ് ചെയ്തപ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായത്. അതായത് ഇപ്പോൾ കേരളത്തിലുള്ള 3 രാഷ്ട്രീയ പാർട്ടികളിൽ BJP നോക്കുകയാണെങ്കിൽ അവർ ഹിന്ദു പരിഷത്ത്, അതുപോലെ തന്നെ ഹിന്ദുക്കളെ വളരെ ഉയർത്തിക്കാട്ടുകയും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിലും LDFലും ആണെന്ന് തോന്നുന്നു എനിക്കൊരു പരിധി വരെ എല്ലാ വിശ്വാസികളും മതവിശ്വാസികളും ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാൽ പോലും കോൺഗ്രസ്സിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം ലീഗ്, അതിൽ മുസ്ലിമുകളാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ LDFലാണ് എനിക്ക് ഏറ്റവും ഒരു എല്ലാ പാർട്ടികളും അവർക്ക് മതമേ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയാണ് LDF പാർട്ടി. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം BJPയിലൊക്കെ ചേർന്നതിന് ശേഷമാണ് മുസ്ലിമുകളോട് ഇത്രത്തോളം വിരോധം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് അയാൾക്ക് മുസ്ലിമുകളോട് ഇത്രയും വിരോധം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, മറ്റേ അയോധ്യ ക്ഷേത്രത്തിന്റെയും മറ്റേ മസ്ജിദിന്റെയും ഇഷ്യൂ വന്നല്ലോ. അതിൽ തന്നെ ഉണ്ട് ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം. അതിന്റെ ബാലൻസ് തന്നെ ആയിരിക്കാം BJPയിലോട്ട് മാറിയപ്പോൾ മുസ്ലിംസ് മൊത്തം തീവ്രവാദികൾ എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ BJP ആണോ യഥാർത്ഥത്തിൽ പ്രശ്നം അതോ PC ജോർജ് ആണോ പ്രശ്നം? കാരണം PC ജോർജ് BJP ചേർന്നു, അതിനുശേഷം അദ്ദേഹത്തിന് കൂടെ നിന്ന മുസ്ലിമുകളെ മുഴുവൻ പരാമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ മതവിദ്വേഷം പടർത്തുന്നത് ഒരു തീർച്ചയായിട്ടും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ BJP ചേർന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അതന്നെ തുടക്കം പറഞ്ഞത്, സ്വന്തമായിട്ടൊരു നിലപാടിൽ ഒരു പാർട്ടിയെ വിശ്വസിച്ച ആ പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് പുള്ളിയുടെ വായിൽ നിന്ന് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ പോലും ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിയപ്പോൾ അവരെല്ലാവരും ഒരു സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ചെറിയ കലഹങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാകുന്ന സാഹചര്യം വരെ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കലാപങ്ങൾക്ക് ഇതൊക്കെ കാരണമാകാൻ സാധ്യതയില്ലേ?
തീർച്ചയായിട്ടും ഇനിയും ഇത് വർഗീയത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതായത് ചിലപ്പോൾ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ ഒരു ബെഞ്ചിലിരിക്കാൻ പോലും ചിലപ്പോൾ നാളെ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇങ്ങനെ പറയുമ്പോൾ. കാര്യം മുസ്ലിംസ് മൊത്തത്തിൽ തീവ്രവാദികളാണെന്നൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇതല്ലേ കേട്ട അടുത്ത തലമുറകളും വരുന്നത്. മുസ്ലിംസ് മൊത്തം തീവ്രവാദികൾ. ഇപ്പോൾ ഒരു ഹിന്ദു കുട്ടിയുടെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലാണെങ്കിൽ മുസ്ലിംസ് മൊത്തം തീവ്രവാദികളാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന അതാണ്. നമ്മള് പിഞ്ചു കുട്ടികളുടെ ഉള്ളിൽ വരെ ഇത്തരത്തിലുള്ള കുത്തിവെക്കുകയാണ്. അതായത് സ്കൂളുകളിലും, അതായത് ഇപ്പം PC ജോർജിനെ പോലെ ഒരാള് പൊതുസമൂഹത്തിൽ വന്ന് ഇതൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇത് കൊട്ടി ആഘോഷിക്കുമ്പോൾ, അദ്ദേഹത്തെ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് വരെ അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. എന്താണ് ഇതിങ്ങനെ, എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ എന്നുള്ളത്. ഞാൻ ഇന്ന മതവിഭാഗം എന്ന് പറയാതെ തന്നെ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ മതവിഭാഗത്തെ മാറ്റി നിർത്തുന്നത്, ഇല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് തീവ്രവാദികളെന്ന് അവരുടെ തന്നെ ഉള്ളിൽ. ഇപ്പോഴത്തെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന മതക്കാരെ ഒരു തീവ്രവാദി സംഘടനയപ്പെടുന്ന പോലത്തെ ചിത്രീകരണമുള്ള സിനിമകളുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അന്തസത്ത എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ കുട്ടികളിൽ പോലും ഇങ്ങനെ ഒരു വിദ്വേഷം വളർത്തിക്കൊണ്ടുവരിക, ഇല്ലെങ്കിൽ വളർന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്നത്, അത് കേരളത്തിൻ്റെ ഈ യുവത്വങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെയുള്ള യുവാക്കളിലും കുട്ടികളിലും ഒരുപോലെ ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മളും മനസ്സിലാക്കുന്നില്ല, ഇത് പറയുന്നവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും സമൂഹത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് രാജ്യത്ത് തന്നെ വലിയ ഭീഷണിക്ക് കാരണമാകും. കാരണം ഇനിയും ഇതുപോലെ തുടരുകയാണെങ്കിൽ വലിയ വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ വിദ്വേഷങ്ങളും ആളുകളുടെ ഉള്ളിൽ വരുമ്പോൾ അത് വീണ്ടും ഇതുപോലെയുള്ള കലാപങ്ങൾക്ക് കാരണമാകും. അത് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തന്നെ മാറി ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസ്, ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെ മാറി ചിന്തിച്ച് അതിനുള്ള ഒരു നടപടികൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ.